നമ്മൾ 9 മണി വാർത്തയിലേക്ക് വിശദമായി കടക്കുമ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇപ്പോൾ കേരളത്തിൽ ആണ് ഉള്ളത്. 4 ദിവസത്തെ സന്ദർശനത്തിനായാണ് കഴിഞ്ഞ ദിവസം ദ്രൗപദി മുർമു കേരളത്തിൽ എത്തിയത്. ഇന്ന് പ്രധാനപ്പെട്ട പദ്ധതി യാത്ര എന്നത് ശബരിമലയിലേക്കാണ്. ഇപ്പോൾ ശബരിമലയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമലയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. പത്തനംതിട്ട പ്രമാടത്ത് ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ രാഷ്ട്രപതി പമ്പയിലേക്ക് ഇപ്പോൾ തിരിച്ചിരിക്കുകയാണ്. രാവിലെ 7:30 ആയിരുന്നു രാഷ്ട്രപതി ഭവനിൽ നിന്ന് പ്രമാടത്തേക്ക് രാഷ്ട്രപതി യാത്ര തിരിച്ചത്. പമ്പയിൽ കെട്ടുനിറച്ച ശേഷം 11:45 സന്നിധാനത്തേക്ക് എത്തും. രാഷ്ട്രപതി ഇറങ്ങിയ ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നു. നിലയ്ക്കലിലെ ലാൻഡിംഗ് മാറ്റിയതോടെ രാവിലെയാണ് പ്രമാടത്ത് കോൺക്രീറ്റ് ഇട്ടത്. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, നേരത്തെ നിശ്ചയിച്ച യാത്രയിൽ നിന്ന് ചെറിയ മാറ്റങ്ങളോടുകൂടിയാണ് ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്താൻ പോകുന്നത്. എപ്പോഴായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടത്? ഒപ്പം രാഷ്ട്രപതിയുടെ മറ്റ് സമയക്രമങ്ങൾ. അഭിലാഷ, രാജ്ഭവനിൽ നിന്ന് 9 മണിക്ക് ശേഷം മാത്രമേ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ ശബരിമല ദർശനത്തിനായി പോകാനായി ഇറങ്ങുകയുള്ളൂ എന്ന വിവരമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ അതിനേക്കാൾ വളരെ നേരത്തെ, ഏതാണ്ട് 7:30 ശേഷം തന്നെ എയർഫോഴ്സിന്റെ ടെക്നിക്കൽ ഏരിയയിലേക്ക്, ശംഖുമുഖത്തെ ടെക്നിക്കൽ ഏരിയയിലേക്ക് എത്തുകയും അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം നേരത്തെ നിശ്ചയിച്ചിരുന്ന നിലയ്ക്കലിന് പകരം പ്രമാടത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ അവിടെ രാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ ഇറങ്ങുകയായിരുന്നു. അതിനുശേഷം മന്ത്രി VN വാസവൻ ഉൾപ്പെടെയുള്ളവർ, ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ആന്റണി MP, KU ജനീഷ് കുമാർ MLA ഉൾപ്പെടെയുള്ളവർക്ക് അവിടെ ഉണ്ടായിരുന്നു, പ്രമാടം ഗ്രൌണ്ടിലുണ്ടായിരുന്നു. അവിടെ നിന്നാണ് രാഷ്ട്രപതി അല്പസമയം മുമ്പ് യാത്ര തിരിച്ചിരിക്കുന്നത് ശബരിമലയിലേക്ക്, പമ്പയിൽ കെട്ട് നിറച്ചതിന് ശേഷമാകും അവിടെ നിന്ന് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഗൂർഖ ഫോഴ്സിന്റെ വാഹനങ്ങളിൽ 6 വാഹനങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ആ വാഹന വ്യൂഹത്തിലായിരിക്കും സന്നിധാനത്തേക്ക്. ഏതാണ്ട് 11:50 സന്നിധാനത്തെത്തും രാഷ്ട്രപതി ദ്രൗപദി മുർമു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. 12:20 18-ാം പടി കയറി അയ്യപ്പ ദർശനം നടത്തും. ഉച്ചപൂജ കണ്ട് തൊഴുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ. അതിനുശേഷം ദേവസ്വം ഗസ്റ്റ് ഹൌസിലായിരിക്കും വിശ്രമം. 3 മണിയോടെ തിരികെ അതേ ഗ്രൌണ്ടിലേക്ക്, പ്രമാദ ഗ്രൌണ്ടിലേക്ക് മടങ്ങും. നേരത്തെ നിലയ്ക്കലിലേക്ക് മടങ്ങുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്, പക്ഷേ അത് പ്രമാദത്തേക്ക് മാറ്റിയിട്ടുണ്ട്. 4:20 ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്തേക്ക് തിരികെ എത്തുന്ന തരത്തിലാണ് ഇപ്പോൾ ക്രമീകരണങ്ങളുള്ളത്. ഒരുപക്ഷേ അല്പം കൂടി സമയക്രമത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. വൈകുന്നേരം തിരികെ എത്തിയതിനു ശേഷം തിരുവനന്തപുരത്ത് ഗവർണർ ഒരുക്കുന്ന അത്താഴ വിരുന്നിൽ രാഷ്ട്രപതി പങ്കെടുക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ ഷെഡ്യൂൾ. അതുമായി ബന്ധപ്പെട്ട വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പത്തനംതിട്ടയിലും ശബരിമലയിലും തിരുവനന്തപുരത്തുമൊക്കെ സജ്ജമാക്കിയിരിക്കുന്നത്. ശശിനാരായണൻ കൂടിയുണ്ട്. ശശിനാരായണൻ, ഇതിലിപ്പോൾ ഈ കോൺക്രീറ്റിന്റെ രാവിലെയാണ് പ്രമാടത്ത് ഇട്ടത് എന്നുള്ളതാണ് നേരത്തെ നിശ്ചയിച്ചിരുന്ന റൂട്ടല്ല. പക്ഷെ പലപ്പോഴും രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് പ്ലാൻ ബിയും പ്ലാൻ സിയും ഒക്കെ ഉണ്ടാകും. അത്രമേൽ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയാണല്ലോ രാഷ്ട്രപതി സന്ദർശനം നടത്തുന്നത്. ചെറിയ രീതിയിലാണ് എങ്കിൽ പോലും ഈ ഹെലികോപ്റ്ററിന്റെ ടയർ കോൺക്രീറ്റിൽ താഴ്ന്നു എന്നുള്ളത് അത് ഏതെങ്കിലും തരത്തിൽ ആശങ്ക സൃഷ്ടിച്ചിരുന്നോ? ഈ സമയക്രമത്തെ അത് ഏതെങ്കിലും തരത്തിൽ ബാധിച്ചോ? മറ്റു പ്രതിസന്ധികൾ ഉണ്ടായോ? അഭിലാഷേ, അത്തരത്തിലൊരു ആശങ്കയ്ക്ക് കാരണമൊന്നുമില്ല. സാധാരണഗതിയിൽ നിലയ്ക്കൽ ഇറങ്ങാനാണ് രാഷ്ട്രപതിയുടെ നേരത്തെ തീരുമാനിച്ചത്. രാഷ്ട്രപതി നിലയ്ക്കൽ ഇറങ്ങാനാണ് തീരുമാനിച്ചത്. പക്ഷേ പ്രതികൂല കാലാവസ്ഥ കാരണമാണ് വീണ്ടും അത് പ്രമാടം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് മാറ്റിയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ക്രമീകരണം, അതായത് സുരക്ഷാവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് എങ്കിലും രാവിലെ കോൺക്രീറ്റ് എല്ലാം ഇട്ടിരുന്നു. പക്ഷേ കോൺക്രീറ്റ് സെറ്റ് ആവാനൊക്കെ ചെറിയൊരു താമസം ഉണ്ടായി. പക്ഷേ അതിൽ അപകടകരമായ കാര്യങ്ങളൊന്നുമല്ല. ചെറിയ രീതിയിൽ ഈ ഹെലികോപ്റ്ററിന്റെ ടയർ ഇവിടെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് താണു. ആ സമയത്താണ് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ, അതായത് പോലീസും ഫയർഫോഴ്സും അടങ്ങുന്ന സംഘം രാഷ്ട്രപതി ഇറങ്ങിയതിനു ശേഷമാണ് ജസ്റ്റ് ഒന്ന് ഇത് തള്ളി നീക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഹെലികോപ്റ്റർ ഒന്ന് നീക്കുന്നതിന്റെ ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അതൊരു വലിയ അപകടകരമായ കാര്യമല്ല. പക്ഷേ അത്തരം ഒരു കാര്യം അടിയന്തര ഘട്ടത്തിൽ ചെയ്തുകൊണ്ടുള്ള ഒരു ചെറിയ പ്രശ്നമായി വേണം നമുക്കത് കാണാം. പക്ഷേ സുരക്ഷാ വീഴ്ചയെന്ന് പറയാനും പറ്റും. അത്തരത്തിലാണ് അത് ഉണ്ടായിട്ടുള്ളത്. കാരണം നിലയ്ക്കലിൽ രാഷ്ട്രപതി ഇറങ്ങും എന്നുള്ള കാരണത്തിൽ അവിടെ പൂർണ്ണമായെല്ലാം സജ്ജീകരിക്കും. രണ്ടാമത്
പ്രമാണത്തിൽ ഇതിലുള്ള ക്രമീകരണം ഉണ്ടായത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഒരു ചെറിയ കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത്തരമൊരു സൗകര്യത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പ്ലാൻ എയും ബിയും ഒക്കെ ഉണ്ടാവണം, അത് സജ്ജമാക്കിയിരിക്കണം എന്നുള്ള കാര്യമുണ്ട്. അത്തരത്തിൽ സുരക്ഷയെ സംബന്ധിച്ച് രാഷ്ട്രപതിയാണ് വരുന്നത്, അക്കാര്യത്തിൽ നേരത്തെ തന്നെ ക്രമീകരിക്കേണ്ടതാണ്. പക്ഷേ പെട്ടെന്ന് മാറ്റിയത് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതൊരു അപകടമോ മറ്റു കാര്യങ്ങളോ താമസമോ മറ്റു കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ ഈ കോൺക്രീറ്റ് സെറ്റ് ആവുന്നതിന് മുമ്പ് ഹെലികോപ്റ്റർ വന്ന് അവിടെ രാവിലെ ഇറങ്ങി അത് ചെറിയ രീതിയിൽ താഴ്ന്നൊരു സാരിയോടെ തള്ളി മാറ്റിയെന്നുള്ളത് മറ്റ് അപകടങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഇവിടെ നിന്ന് അല്പസമയത്തിന് രാഷ്ട്രപതി തിരിച്ചിട്ടുണ്ട്. ശബരിമല ദർശനമാണ് പ്രധാനമായിട്ടുള്ളത്. ദേവസ്വം മന്ത്രി വാസവൻ, ഒപ്പം ആന്റോ എം പി, കെ ജനീഷ് കുമാർ MLA, പ്രമോദ് നാരായണ MLA, ജില്ലാ കളക്ടർ, SP തുടങ്ങിയവരാണ് രാഷ്ട്രപതിയെ പ്രമാണം രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ സ്വീകരിച്ചത്. അതിനുശേഷം വാഹന വ്യൂഹത്തിലാണ്. ഇവിടെ 78 കിലോമീറ്റർ ഉണ്ട്. വാഹന റോഡ് മാർഗമാണ് രാഷ്ട്രപതി സഞ്ചരിക്കുന്നത്. ഏതായാലും ഒരു 11:50 സന്നിധാനത്ത് എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പമ്പയിലെത്തിയതിനു ശേഷം സ്നാനം ഒഴിവായിക്കൊണ്ട് പ്രത്യേകമായി കാല് മാത്രം നനച്ച് അവിടെ ശുദ്ധി വരുത്തിയതിനു ശേഷം പമ്പ ഗണപതി ക്ഷേത്രത്തിലാണ് കെട്ടുനിറയ്ക്കുന്നത്. അവിടുന്ന് പ്രത്യേകം ദേവസ്വം ബോർഡിന്റെ ഗൂർഖ വാഹനത്തിൽ സന്നിധാനത്ത് എത്തിച്ചേരും. 11:50 അവിടെ എത്തിച്ചേരുമെന്നാണ് അവസാനം നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെ ദർശനം നടത്തിയതിനു ശേഷം റെസ്റ്റ് ഹൗസിൽ വിശ്രമിച്ച ശേഷമായിരിക്കും തിരികെ വീണ്ടും പ്രമാണത്തെത്തി മടങ്ങുക. ഒരുപക്ഷെ കാലാവസ്ഥ അനുകൂലമാക്കി ഒരുപക്ഷെ നിലയ്ക്കലിൽ നിന്നും തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്താണെന്നുള്ള കാര്യം കൃത്യമായി നമുക്ക് ഈ കാര്യത്തിൽ അറിയില്ല. പക്ഷേ ഇവിടെ രണ്ട് സ്ഥലവും നിലയ്ക്കലും അതുപോലെ തന്നെ പ്രമാണത്തും വേണ്ട ക്രമീകരണങ്ങളെല്ലാം സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദർശനത്തിന് ഇന്ന് തീർത്ഥാടകർക്ക് ഇന്ന് നിയന്ത്രണമുണ്ട്. സന്നിധാനത്ത് വലിയ സുരക്ഷയാണ്. 2-3 ദിവസമായി ഈ സ്പെഷ്യൽ സുരക്ഷ പോലീസിന്റെ സുരക്ഷയാണ്. റോഡും ഒക്കെ ഗതാഗതത്തിനൊക്കെ നിയന്ത്രണമുണ്ട്. ജില്ലയിൽ നിന്ന് അവധി കൂടി പ്രഖ്യാപിച്ചിരിക്കുന്ന മഞ്ഞ അലർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചത്. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ ജില്ലയിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവധി പ്രഖ്യാപിച്ചു. ആ തിരക്കുകളെല്ലാം ഒഴിവാക്കി കനത്ത സുരക്ഷയിലാണ് രാഷ്ട്രപതിയുടെ സന്ദർശനം എന്ന് പറയാം. എന്തായാലും ഈ ദർശനത്തിന് ശേഷമായിരിക്കും ഉച്ചയ്ക്ക് ഗസ്റ്റ് ഹൗസ് വിശ്രമത്തിന് ശേഷം 3:30 രാഷ്ട്രപതി തിരികെ മടങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രാഷ്ട്രപതി കേരളത്തിലേക്കുള്ള ഷെഡ്യൂൾ നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നതാണ്. അതിനിടയിലാണ് മഴ ഇപ്പോൾ ശക്തമായിട്ടുള്ളത്. പക്ഷേ രാഷ്ട്രപതിയുടെ സന്ദർശന പരിപാടികൾ മാറ്റിവെച്ചിട്ടില്ല. ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് രാഷ്ട്രപതി എത്തുകയാണ്. ഏതാണ്ട് 11:50 ദർശനം നടത്താൻ സാധിക്കും എന്ന തരത്തിലുള്ള ഒരു സമയക്രമീകരണമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഡാൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ, ഇന്നിപ്പോൾ ഈ ദർശനം തന്നെയാണ്. അത് സ്വാഭാവികമായും വലിയ തോതിൽ നമുക്കറിയാം ശബരിമല എന്നത് നിലവിൽ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ്. എങ്കിൽ പോലും ഈ ദർശനത്തോടുകൂടി ഉത്തരേന്ത്യയിലടക്കം കൂടുതൽ ശ്രദ്ധ വരുന്ന, വാർത്താ പ്രാധാന്യം വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഒപ്പം ഡാൻ, ഈ ഇന്നത്തെ പ്രോഗ്രാം മാത്രമല്ലല്ലോ, കേരളത്തിലെത്തിയ രാഷ്ട്രപതിക്ക് മറ്റു ചില പരിപാടികളിൽ കൂടി പങ്കെടുക്കുന്നുണ്ട്. അത്തരം വിവരങ്ങൾ കൂടി ഡാൻ. അതായത് നാളെ രാവിലെയാകും മുൻ രാഷ്ട്രപതി KR നാരായണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുക. അതിനുശേഷം 11:55 വർക്കലയിലേക്ക് ഹെലികോപ്റ്ററിൽ പുറപ്പെടും. തുടർന്ന് 12:50 ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദി ആചരണ ചടങ്ങിൽ മുഖ്യാതിഥിയായി രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കും. പിന്നീട് 3:50 കോട്ടയത്ത് പാല സെന്റ് തോമസ് കോളേജ് ഗ്രൌണ്ടിൽ ഹെലികോപ്റ്ററിലെത്തും. അവിടെ നിന്ന് 4:15 കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി സമാപന ഉദ്ഘാടനം ചെയ്യുക നാളെ വൈകുന്നേരം. പിന്നീട് അവിടെ നിന്ന് കുമരകത്ത് ആണ് നാളത്തെ രാഷ്ട്രപതിയുടെ വിശ്രമം. അതുമായി ബന്ധപ്പെട്ട് കോട്ടയം ജില്ലയിലും വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതിനുശേഷം തൊട്ടടുത്ത ദിവസം എറണാകുളത്ത് സെന്റ് തെരേസസ് കോളേജ് ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുക്കും. പിന്നീട് ബോൾഗാട്ടി പാലസിൽ ആയിരിക്കും വിശ്രമം. വൈകുന്നേരം 3:45 നാവികസേനയുടെ വിമാനത്താവളത്തിൽ നിന്നും ഹെലികോപ്റ്ററിൽ കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലെത്തി 4:15 പ്രത്യേക വിമാനത്തിൽ ദില്ലിക്ക് മടങ്ങുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത്. 24 ആയിരിക്കും. 24-ാം തീയതി വൈകുന്നേരമാകും കേരള സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഡൽഹിയിലേക്ക് തിരികെ മടങ്ങുക. ഇതാണ് രാഷ്ട്രപതിയുടെ കേരള സന്ദർശനത്തിൽ തിരക്കിട്ട പരിപാടികൾ എന്ന് തന്നെ പറയാം. വളരെ തിരക്ക് പിടിച്ച ഷെഡ്യൂൾ തന്നെയാണ് രാഷ്ട്രപതിക്കുള്ളത്. അതിൽ ഇന്ന് ശബരിമല ദർശനം എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശബരിമലയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. സമയക്രമം പാലിക്കാൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. പ്രതികൂലമായ കാലാവസ്ഥയാണ് എങ്കിൽ പോലും ക്രമീകരണങ്ങളെല്ലാം വളരെ സജ്ജമാണ് എന്ന് തന്നെ പറയാം. രാഷ്ട്രപതി ശബരിമലയിലേക്ക് എത്തുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, സ്വർണ്ണമോഷണ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് കൂടിയാണ്. ശബരിമല സ്വർണ്ണമോഷണത്തിൽ ദേവസ്വം ബോർഡ് രേഖകൾ പിടിച്ചെടുത്തിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് അടക്കം പിടിച്ചെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് നീക്കം.
ഉത്തരവാദിത്തത്തിൽ നിന്ന് ബോർഡിന് ഒഴിഞ്ഞു മാറാൻ ആകില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയതോടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ രാജി ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കുകയാണ്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് സഹായി അനന്തസുബ്രഹ്മണ്യം പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതായാണ് സൂചന. രാഷ്ട്രപതിയുടെ ശബരിമല ദർശനം പൂർത്തിയായ ശേഷം വിശദമായ തെളിവെടുപ്പിനായി പോറ്റിയെ പത്തനംതിട്ടയിൽ എത്തിക്കുകയും ചെയ്യും. കസ്റ്റഡി കാലാവധി പൂർത്തിയാകും മുമ്പ് പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കത്തിൽ ആണ് പ്രത്യേക അന്വേഷണ സംഘം. ഡാൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഡാൻ, രാഷ്ട്രീയമായി പ്രസിഡന്റിന്റെ രാജി ആവശ്യം ശക്തമാക്കുകയാണ്. നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ അന്വേഷണത്തിന്റെ പുരോഗതി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. കാരണം ഇന്നലെ നിലവിലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതി പരിഗണിക്കുകയും ആ റിപ്പോർട്ടിന്മേൽ ഉള്ള വിലയിരുത്തൽ എന്ന നിലയിൽ ഈ ദേവസ്വം ബോർഡിനടക്കം ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്ന് പറയുകയും ചെയ്തു. നിലവിൽ ഈ സംഭവം പുറത്തു വരുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെയൊക്കെ കുത്തഴിഞ്ഞ സമ്പ്രദായങ്ങൾ, കണക്കുകളും കാര്യങ്ങളും ഒന്നിനുമില്ലാത്ത അനാസ്ഥ, അത്തരം വിഷയങ്ങളെല്ലാം കൂടി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ അനാസ്ഥയും കുത്തഴിഞ്ഞ സംവിധാനവും ഒക്കെയാണ് ഇത്തരത്തിൽ ഈ സ്വർണ്ണക്കടത്തിന് വഴിവെച്ചത് എന്നതിലേക്ക് അന്വേഷണ സംഘം എത്തുന്നുവെങ്കിൽ അത് അങ്ങേയറ്റം ഗുരുതരമാകില്ലേ? ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ഗുരുതരമായ പരാമർശം ഉണ്ടാകാനിടയായ സാഹചര്യം ഇന്നലെ സമർപ്പിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രതിനിധി SP ശശിധരൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ പ്രധാനമായി എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അതിനപ്പുറത്തേക്ക് വലിയൊരു സംഘത്തിന് അല്ലെങ്കിൽ ഉന്നതർക്ക് ഈ ഇടപാടുകളിൽ ബന്ധമുണ്ട് എന്ന സൂചന നൽകുന്ന രേഖകളാണ് ഇന്നലെ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് നിലവിലുണ്ടായ വിവാദങ്ങളിൽ ഒരിക്കലും ദേവസ്വം ബോർഡിന് കൈകഴുകാനാവില്ല, ഈ ഭരണസമിതിക്ക് കൈകഴുകാനാവില്ല, ഒഴിഞ്ഞു മാറാനാവില്ല എന്നൊരു വിലയിരുത്തൽ കോടതിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അത് ഏതെങ്കിലും വിധത്തിൽ PS പ്രശാന്ത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് കോടതി പറഞ്ഞു വെച്ചിട്ടില്ല. പക്ഷേ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല എന്ന് തന്നെയാണ് പരാമർശം. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന ഇടപെടലുകളെ കുറിച്ചടക്കം വിശദമായ പരിശോധനകൾ നടക്കും. നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിലടക്കം നമുക്ക് നിലനിൽക്കുന്ന പരിമിതികൾ. ആ ഒരു പശ്ചാത്തലത്തിൽ പെരിഫറലായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിയായ അനന്തസുബ്രഹ്മണ്യനെ ചോദ്യം ചെയ്തിരുന്നു. അനന്തസുബ്രഹ്മണ്യൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ചില വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്, മൊഴി നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ ഈ സ്വർണ്ണപ്പാളിയും ഈ സ്വർണം മോഷ്ടിക്കപ്പെട്ട സ്വർണത്തിന്റെ ഒരു പങ്ക് ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ട്, അത് മറ്റു പലർക്കും കൈമാറിയിട്ടുണ്ട് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന തരത്തിലാണ് ഈ മൊഴിയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതടക്കം ആരൊക്കെയാണ് ഈ സ്വർണം കൈമാറിയത്, ആർക്കൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. ഒരുപക്ഷെ അത് സംബന്ധിച്ച സൂചനകൾ ഇന്നലത്തെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം കോടതിയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷം വലിയ തരത്തിൽ ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതാണ്, അതായത് ഡാൻ സൂചിപ്പിക്കുന്നത് പോലെ കഴിഞ്ഞ ദിവസം കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ദേവസ്വം ബോർഡിന്റെ അനാസ്ഥയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വരുന്നു. ബോർഡിന് ഇതിൽ നിന്ന് കൈകഴുകി മാറി നിൽക്കാനാവില്ല എന്ന നിരീക്ഷണത്തിലേക്ക് എത്തുന്നു. മാത്രവുമല്ല, ഇങ്ങനെ അതായത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരു വ്യക്തി വിചാരിച്ചാൽ ശബരിമല പോലെ ഉള്ള ഒരു ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കടത്താൻ സാധിക്കുമോ എന്ന ഒരു സാമാന്യമായ ചോദ്യം ഉയരുന്നുണ്ട്. എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് സാധിച്ചത്, ആരൊക്കെയാണ് ഇതിന് സഹായം ചെയ്തത് എന്നത് സ്വാഭാവികമാണ്. അപ്പോഴും ഇത് ഏത് കാലഘട്ടത്തിലാണ് എന്നതിലൊന്നും വ്യക്തതയില്ല എന്ന ഡിഫൻഡ് ആണ് സർക്കാർ സംവിധാനത്തിൽ നിന്ന് വരുന്നത്. അന്വേഷണം നടക്കുകയല്ലേ എന്ന ചോദ്യം ചോദിക്കുന്നു. ഞങ്ങൾ ആരെയും സംരക്ഷിക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. ഒപ്പം ദേവസ്വം എന്നത് ഒരു ബോഡിയാണ് എന്നും അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൽ സർക്കാർ ഇടപെടുന്നില്ല എന്നും ഒക്കെയുള്ള പ്രതിരോധങ്ങളാണ് തീർത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഡാൻ, ആ പ്രതിരോധങ്ങൾ ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ എത്രത്തോളം കരുത്തായി നിലനിർത്തി പോകാൻ ഭരണകൂടത്തിന് സാധിക്കും? പ്രത്യേകിച്ച് ഈ കോടതിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടവേളകളിൽ സർക്കാരിനും ബോർഡിനുമൊക്കെ തട്ടുകിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. അതായത് നമുക്ക് അതിനെ ഒരു ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പരാമർശങ്ങളെ നമുക്കൊരു അന്തിമമായ ഒരു നിരീക്ഷണമായിട്ട് കരുതുക വയ്യ. അന്വേഷണം അതിന്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കോടതി ആ അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം. അങ്ങനെയെങ്കിൽ
ഒരുപക്ഷെ ഇനി 2 or 3 ഇടക്കാല റിപ്പോർട്ടുകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് നൽകിയേക്കാം. ഏറ്റവും കുറഞ്ഞത് 2 റിപ്പോർട്ടുകളെങ്കിലും സമർപ്പിച്ചേക്കാം. അതായത് അടുത്ത 10 ദിവസത്തിന് ശേഷമായിരിക്കും അടുത്ത റിപ്പോർട്ട് സമർപ്പിക്കുക. അതിനോടകം ഈ ദേവസ്വം ബോർഡിലെ ആരോപണ വിധേയരായ ജീവനക്കാരെ അടക്കം വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും ആ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ കാത്തിരിക്കൂ എന്ന് പറഞ്ഞ 6 ആഴ്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കം ദേവസ്വം മന്ത്രി VN വാസവൻ അടക്കം ആവർത്തിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിച്ചത് 6 ആഴ്ച ക്ഷമയോടെ ഒന്ന് കാത്തിരിക്കൂ, അതിനുശേഷം എന്താണ് പ്രത്യേക അന്വേഷണത്തിന്റെ കണ്ടെത്തലെന്ന് നമുക്ക് നോക്കാം, എന്നിട്ട് നിങ്ങൾ ക്രൂശിക്കുമെന്നായിരുന്നു അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയത്. എന്തായാലും ആ 6 ആഴ്ചയ്ക്ക് വേണ്ടി തന്നെയാണ് രാഷ്ട്രീയ കേരളം മുഴുവൻ കാത്തിരിക്കുന്നത്. കാരണം 6 ആഴ്ചയ്ക്ക് ശേഷം സമഗ്രമായി പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അപ്പുറത്തേക്ക് രാഷ്ട്രീയമായി LDF-നെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലോ PS പ്രശാന്തൻ ഉൾപ്പെടെയുള്ളവരെ വ്യക്തിപരമായി പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും പരാമർശങ്ങൾ ആ റിപ്പോർട്ടിലുണ്ടെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ കോലാഹലങ്ങൾ ചെറുതായിരിക്കില്ല. എന്തായാലും കോടതിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്ന നിരീക്ഷണം വെളിച്ചം വീശുന്നത് ഉദ്യോഗസ്ഥർക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അപ്പുറത്തേക്ക് രാഷ്ട്രീയമായി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഭരണസമിതി ഉൾപ്പെടെയുള്ളവർ തയ്യാറാകേണ്ടി വരും, നിർബന്ധിതരാകുമെന്ന സൂചന നൽകുന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് രാഷ്ട്രപതിയുടെ സന്ദർശനം പൂർത്തിയാകുന്നതിന്, ശബരിമലയിലെ സന്ദർശനം പൂർത്തിയാകുന്നതിന് പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായ തെളിവെടുപ്പിനും മറ്റുമായി പത്തനംതിട്ടയിലേക്ക് ഉൾപ്പെടെ എത്തിക്കുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. യെസ്, തീർച്ചയായും ശബരിമല ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന ഒരു ക്ഷേത്രമാണ്. ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോൾ അത് ആത്യന്തികമായി സർക്കാർ സംവിധാനത്തിന് കീഴിൽ തന്നെയാണ്, സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ക്ഷേത്രങ്ങളിൽ ഉണ്ടാകുന്ന കൊള്ളകൾക്ക് ആ ഭരണകൂടത്തിന് കൈകഴുകി മാറി നിൽക്കാനാവില്ല. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. വിശ്വാസികളുടെ പണം ആണ് ഇത്തരത്തിൽ കൊള്ളയടിക്കപ്പെടുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ഭരണകൂടത്തിന് ഈ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല എന്ന് കോടതി കൂടി പറഞ്ഞു വെക്കുന്നത്. 9 മണി വാർത്ത തുടരുകയാണ്. നമ്മൾ ഡൽഹിയിലേക്ക് എത്തുമ്പോൾ ഡൽഹിയിലെ ജനങ്ങൾ ഇപ്പോൾ വലിയ ദുരിതത്തിലാണ്. അവിടെ പൊല്യൂഷൻ, അതായത് വായു മലിനീകരണം സാധാരണ ജനങ്ങൾക്ക് താങ്ങാവുന്നതിനും അപ്പുറത്താണ്. ഗുരുതരമായ അവസ്ഥയിലൂടെയാണ് വായു മലിനീകരണ തോത് പോകുന്നത്. ദീപാവലി ആഘോഷങ്ങൾക്ക് പിന്നാലെ ഡൽഹിയിലെ വായു നിലവാരം അപകടകരമായ നിലയിലാണ്. ഇന്ന് പുലർച്ചെ 5:30 രാജ്യതലസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത ശരാശരി AQI എന്നത് 345 അതായത് 200-ന് മുകളിൽ ആണ് AQI എങ്കിൽ തന്നെ അത് ഗുരുതരമാകുന്ന സാഹചര്യം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്നലെ പലയിടത്തും 500-ന് മുകളിലേക്ക് എത്തി എന്നുള്ളതാണ്. 500-ന് മുകളിൽ എന്ന് പറഞ്ഞാൽ അത് ശ്വസിക്കരുത് എന്നുള്ള നിലവാര സൂചിക ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ ഒരു വായു ശ്വസിക്കാനേ പാടില്ല എന്നുള്ളതാണ്. സർക്കാർ കൃത്രിമ മഴ ഉൾപ്പെടെ പെയ്യിപ്പിച്ചുകൊണ്ട് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാനാണ് ആലോചിക്കുന്നത്. അജയ് സുധാ ബിജു ആണ് ചേരുന്നത്. അജയ്, ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു പരിഹാരം എന്നത് കൃത്രിമ മഴ എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ അപകടകരമായ ഈ വായു നിലവാര സൂചികയിൽ മാറ്റമുണ്ടാക്കും. മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായും അത് ഭൂമിയിലേക്ക് പതിക്കും. അങ്ങനെയുള്ള സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക. അതിന് സാങ്കേതികമായി ഈ ബോർഡിൻ്റെയൊക്കെ അനുമതി വേണം. അന്തരീക്ഷ മലിനീകരണ ബോർഡ്, നിയന്ത്രണ ബോർഡിൻ്റെയൊക്കെ അനുമതി വേണം. അത്തരം അനുമതികളൊക്കെ സർക്കാരിന് ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? നീക്കങ്ങൾ ഏത് നിലയിലാണ്? അഭിലാഷ്, ഈ ഒരു വായു മലിനീകരണ പ്രശ്നം അത് സാധാരണ ഏറ്റവും രൂക്ഷമായി ഡൽഹിയെ ബാധിക്കുന്നത് ഡിസംബർ സമയത്താണ്. എന്നാൽ ഇപ്പോൾ വളരെ നേരത്തെ തന്നെ ഈ ദീപാവലിക്ക് ശേഷം വലിയൊരു പ്രശ്നം തന്നെയാണ് ഉടലെടുത്തിരിക്കുന്നത്. ഈ ദീപാവലി ഈ സമയമുള്ള ഒരു മലിനീകരണത്തിൻ്റെ നിരക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെയുള്ള ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ് ഡൽഹി നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ ശരാശരി AQI 345 പല സ്ഥലങ്ങളിലും രേഖപ്പെടുത്തിയത്. ഇന്നലെ രാത്രിയൊക്കെ 400-ന് മുകളിൽ AQI ഉയരുന്ന അവസ്ഥയുണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ 500-ന് മുകളിൽ വരെ അത് ഉയർന്ന അവസ്ഥയുണ്ടായിരുന്നു. അത് ഡൽഹി ക്യാപിറ്റൽ റീജിയൻ നോക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും അത്തരമൊരു അവസ്ഥയാണ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ സാധാരണ ഇത്തരത്തിൽ ഈ ഒരു അന്തരീക്ഷ വായു നിലവാരം അത് കുറഞ്ഞു പോകുന്നതിൽ പലരും കുറ്റപ്പെടുത്തുന്നത് ഈ കർഷകർ ഈ വിളകൾ കത്തിക്കുന്നതിനെ പറ്റിയിട്ടാണ്. പക്ഷേ എന്നാൽ ഇത്തവണ ആ ഒരു വിളകൾ
കത്തിക്കുന്നത് മുൻ വർഷത്തേക്കാൾ വളരെയധികം താഴ്ന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്നത് ദീപാവലിയുടെ ഒരു സ്വാധീന ഫലമായിട്ടാണ്. സുപ്രീം കോടതി കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു ഈ ഗ്രീൻ ക്രാക്കേഴ്സ് മാത്രമേ പൊട്ടിക്കാവൂ എന്നുള്ളത്. എന്നാൽ ഗ്രീൻ ക്രാക്കേഴ്സ് പൊട്ടിച്ചിട്ടും ഈ വായു നിലവാര സൂചിക അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല. അത് ഡിസംബർ എത്തുന്നതിന് മുൻപ് തന്നെ വളരെ മോശമാകുന്ന അവസ്ഥയിലേക്കാണ് പോയത്. ഇനി ഡിസംബർ എത്തുമ്പോൾ ഏത് നിലയിലായിരിക്കും എന്നതിനെ പറ്റിയിട്ടാണ് എല്ലാവരും ആശങ്കപ്പെടുന്നത്. ഇന്ന് രാവിലെ തലസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും റോഡിൽ വെള്ളം തളിക്കുന്ന പോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. ഇനി വ്യാപകമായി കൃത്രിമ മഴ പെയ്ച്ച് ഈ പുകമഞ്ഞിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഈ അന്തരീക്ഷ വായു നിലവാരം അത് പഴയപടി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും നടത്തണം എന്ന് തന്നെയാണ് ഡൽഹി സർക്കാർ ആലോചിക്കുന്നത്. എന്നാൽ ഇതിലുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ വെള്ളം തളിക്കുന്നത് വഴി കുറച്ച് ഒരു ചെറിയൊരു ആശ്വാസം മാത്രമേ ഉണ്ടാകൂ എന്നുള്ളതാണ്. PM 2.5 ഉൾപ്പെടെയുള്ള പാർട്ടിക്കിൾസിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് അതിന് വെള്ളം തളിക്കുന്ന പ്രക്രിയ കൊണ്ട് മാത്രം മതിയാകില്ല. അതിന് കൂടുതൽ കർശനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് വേണ്ടിവരും. ഇന്ന് രാവിലെ തന്നെയുള്ള ഈ PM 2.5ൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ അത് 488 മൈക്രോഗ്രാംസ് പെർ ക്യൂബിക് മീറ്റർ ആണ്. ഇത് ഇപ്പോൾ അന്താരാഷ്ട്ര സൂചികയൊക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇത് 100 മടങ്ങ് അധികമാണ്. WHO നിർദ്ദേശിക്കുന്ന പരിധിക്ക് എല്ലാം പല മടങ്ങ് മുകളിലാണിത്. അതുപോലെ തന്നെ ഈ ഡൽഹിയിലെ വായു നിലവാര സൂചിക ഇന്ത്യൻ ഈ ഒരു വായു നിലവാരം കണക്കാക്കുന്ന സൂചിക അത് നമ്മൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സും അമേരിക്കൻ സ്റ്റാൻഡേർഡ്സും വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആണ്. എന്നാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഇത് വളരെയധികം ഗുരുതരമായിട്ടുള്ള വെരി പുവർ കാറ്റഗറിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 500-ന് മുകളിൽ പോയി ഹസാഡസ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയിൽ വരെ പല സ്ഥലങ്ങളിലും എത്തിയിരുന്നു. ഇത് തീർച്ചയായിട്ടും മനുഷ്യ ശരീരത്തിന് വളരെയധികം ദോഷം ചെയ്യുന്ന ഒന്നാണ്. ഒരു ദിവസം 10 or 20 സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഡൽഹിയിലെ ഓരോ നിവാസികളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേക നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുള്ളത് പ്രായമായവരും കുട്ടികളും എല്ലാം വീടിനകത്ത് തന്നെ പരമാവധി തുടരണം എന്നുള്ളതാണ്. ഇത്തരക്കാർ മാസ്ക് ധരിച്ചുകൊണ്ട് മാത്രമേ അത്യാവശ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങാവൂ. അതുപോലെ തന്നെ സാധാരണ ജനങ്ങളോടും മാസ്ക് ധരിച്ചുകൊണ്ട് മാത്രമേ ഈ വ്യായാമം പോലെയുള്ള കാര്യങ്ങളെല്ലാം പൊതുസ്ഥലങ്ങളിൽ ചെയ്യാവൂ എന്നും സർക്കാർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതേസമയം ഈ ഒരു ഇത്തരത്തിൽ ഈ സമയത്ത് തന്നെ ഈ ഒക്ടോബർ മാസത്തിൽ തന്നെ ഇത്രയധികം വായു നിലവാരം താഴേക്ക് പോയതിൽ ആം ആദ്മി പാർട്ടി BJPയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. സർക്കാരിൻ്റെ ഈ മലിനീകരണ നിയന്ത്രണ പ്രവർത്തനങ്ങൾ അതൊന്നും ഫലവത്തായില്ല എന്ന് AAP ആരോപിക്കുന്നുണ്ട്. എന്നാൽ മുൻ വർഷങ്ങളിലെ പ്രവർത്തനങ്ങളാണ് സ്ഥിതിഗതികൾ ഇത്ര വഷളാക്കിയതെന്ന് BJPയും തിരിച്ചടിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ സ്റ്റണ്ടും സജീവമായി തന്നെ നടക്കുന്നുണ്ട്. അഭിലാഷ്, യെസ്, തീർച്ചയായും ഡൽഹിയിലെ വായു മലിനീകരണം എന്നത് അതീവ ഗുരുതരാവസ്ഥയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ശ്വാസകോശത്തിന് ദോഷകരമാകുന്ന തരത്തിലുള്ള അവസ്ഥ. മാത്രമല്ല, അജയ് സൂചിപ്പിച്ചതുപോലെ പഞ്ചാബിലെയും ഹരിയാനയിലും ഒക്കെ കർഷകർ അവർ വിളവെടുപ്പിലേക്ക് കടക്കുന്ന ഒരു സമയമാണ്. ഈ വിളവെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന കച്ചി എന്ന് പറയുന്നൊരു അതിപ്പോൾ കരിമ്പാകട്ടെ അല്ലെങ്കിൽ ചോളമാകട്ടെ അതൊക്കെ കത്തിച്ച് കളയുകയാണ് ചെയ്യുക. അങ്ങനെ കത്തിക്കുമ്പോൾ ആ പുക കൂടിയാണ് ഡൽഹിയിലേക്ക് എത്താറുള്ളത്. അതുകൂടി എത്തുമ്പോൾ സ്ഥിതിഗതികൾ രൂക്ഷമാകും. പക്ഷേ ഇപ്പോൾ കർഷകർ വലിയ നിയന്ത്രണത്തിൽ ആണ്. ഒപ്പം ഡീസൽ വാഹനങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ മലിനീകരണത്തോത് കുറയുന്നില്ല എന്നതാണ് അവിടുത്തെ പ്രത്യേകത. ഇനി അന്താരാഷ്ട്ര തലത്തിലുള്ള വാർത്തകളിലേക്ക് പോകുമ്പോൾ ബുഡാപെസ്റ്റിൽ വെച്ച് നടക്കാനിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ച ഉടൻ ഇല്ല. ഇപ്പോൾ ഒരു ചർച്ച ആവശ്യമില്ല എന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ വിശദമാക്കുന്നത്. പുടിനുമായി പാഴായ കൂടിക്കാഴ്ചയ്ക്ക് താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതേസമയം ചർച്ച നീട്ടിയതിന്റെ കാരണം അമേരിക്ക വ്യക്തമാക്കിയിട്ടുമില്ല. No, I don't want to have a wasted meeting. I don't want to have a waste of time, so I'll see what happens. But we did all of these great deals, great peace deals. They're all peace deals. They're agreements, solid agreements, every one of them. But this one, and I said, go to the line of battle, the battlefield lines, and you pull back and you go home, and everybody take some time off, because you got two countries that are killing each other. Two countries that are losing 5,000 to 7,000 soldiers a week. So we'll see what happens. We haven't made a determination. I didn't say anything. I didn't say it would, and you never know what's going to happen. But a lot of things are happening on that front, on the war front with Ukraine and Russia. And we'll be notifying you over the next 2 days as to what we're doing. But a lot of things are happening. അജയ് സുധാ ബിജുവാണ് തുടരുന്നത്. അജയ്, ടൈം വേസ്റ്റ് ചെയ്യാനില്ല എന്ന് ട്രംപ് പറയുമ്പോൾ സമാധാന നീക്കങ്ങൾക്ക്
വിജയം കൈവരിക്കാൻ സാധിക്കില്ല ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. മറ്റു കാരണങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ വൈറ്റ് ഹൗസ്? നിലവിൽ കാര്യങ്ങളൊന്നും വ്യക്തമാക്കാതെയാണ് വൈറ്റ് ഹൗസും അതുപോലെ തന്നെ ട്രംപും പ്രതികരിച്ചിട്ടുള്ളത്. പുടിനുമായിട്ട് നിലവിൽ കൂടിക്കാഴ്ച നടത്തേണ്ട ആവശ്യമില്ല എന്നാണ് വൈറ്റ് ഹൗസ് സൂചിപ്പിക്കുന്നത്. അതേസമയം ട്രംപ് പറയുന്നത് പുടിനുമായി പാഴായി പോകുന്ന ഒരു കൂടിക്കാഴ്ച നടത്താൻ തനിക്ക് താല്പര്യമില്ല, താൻ കാര്യങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇതിനു ശേഷമായിരിക്കും അദ്ദേഹത്തെ കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് എന്നാണ് ട്രംപ് പറഞ്ഞത്. ഈ പുടിനുമായി അനാവശ്യമായി ഒരു കൂടിക്കാഴ്ച നടത്തി തനിക്ക് സമയം കളയാനില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നാൽ ഇത് ട്രംപിന്റെ മുൻ നിലപാടിൽ നിന്നുള്ള വലിയൊരു വ്യതിചലനമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനു മുൻപ് ഏതാനും 2-3 ദിവസം മുൻപ് അദ്ദേഹം വൈറ്റ് ഹൗസിൽ വെച്ച് വ്ളാഡിമിർ സെലൻസ്കിയെ കണ്ടിരുന്നു, യുക്രൈൻ പ്രസിഡന്റ്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് പുടിനുമായി ടെലഫോൺ വഴി സംസാരിച്ചിരുന്നു. ഏതാണ്ട് 2-2.5 മണിക്കൂർ നീണ്ടുനിന്ന സംഭാഷണമായിരുന്നു. ഈ സമയത്ത് യുക്രൈന് മിസൈൽ നൽകരുതെന്ന് റഷ്യ പറഞ്ഞു. ഇതിനെ തുടർന്ന് ട്രംപ് അതേ നിലപാട് തന്നെ യുക്രൈനോട് സ്വീകരിക്കുന്നത് കാണാൻ സാധിച്ചു. യുക്രൈന് മിസൈൽ ഇരിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് ട്രംപ് കടന്നു. അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം പറഞ്ഞത് പുടിനെ ഉടൻ തന്നെ ബൂഡപെസ്റ്റിൽ വെച്ച് കാണും, അതിനുശേഷം മറ്റ് സമാധാന ചർച്ചകൾ, അതിൽ പുരോഗതി ഉണ്ടാകും എന്നുൾപ്പെടെ ട്രംപ് പറഞ്ഞിരുന്നു. ഈ യുക്രൈന് മിസൈൽ നൽകാതിരുന്നത് തന്നെ ഈ പുടിനുമായി ഒരു ഊഷ്മളമായിട്ടുള്ള കൂടിക്കാഴ്ചയും ചർച്ചയും നടക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ എന്തൊക്കെ ചെയ്തിട്ടും ഈ പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ച ബൂഡപെസ്റ്റിൽ വെച്ച് നടക്കാനിരുന്നത് അത് മുടങ്ങുകയാണ് ചെയ്തത്. ഇത് അമേരിക്ക ഈ സമാധാന ചർച്ചയുമായി ബന്ധപ്പെട്ട് അലാസ്കയിൽ വെച്ച് നടത്താനിരുന്ന 2ാം ഘട്ട ചർച്ചകളും മുടങ്ങിപ്പോകുന്നു. ഇപ്പോൾ ബൂഡപെസ്റ്റിൽ വെച്ച് ഈ പുടിനുമായി നടത്താനിരുന്ന അടുത്ത ഘട്ട ചർച്ചകളും പരാജയപ്പെട്ടു പോകുന്നു. എന്നാൽ എന്താണ് ഇതിലേക്ക് നയിച്ചതെന്നുള്ള കാരണം ഇനിയും വ്യക്തമായിട്ടില്ല. കഴിഞ്ഞ ദിവസം US സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയും അതുപോലെ തന്നെ റഷ്യൻ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള സെർജി ലാവ്റോയും ഇരുവരും തമ്മിൽ ടെലഫോൺ വഴി സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് തിടുക്കത്തിൽ ഇത്തരത്തിൽ ഈ കൂടിക്കാഴ്ച ആവശ്യമില്ല എന്നൊരു നിലപാടിലേക്ക് US എത്തിയത്. ഇതിൻ്റെ 2 സാധ്യതകൾ പറയുന്നുണ്ട്. ഒന്ന്, ഈ ട്രംപ് ആദ്യം നിലപാടെടുത്തത് ഈ റഷ്യ യുക്രൈൻ യുദ്ധം അത് നിലവിൽ ഏത് നിയന്ത്രണ രേഖയിലാണോ നിൽക്കുന്നത് അവിടെ വെച്ച് തന്നെ ഇരു രാജ്യങ്ങളും പിരിഞ്ഞു പോകണമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഇതിലൂടെ യുക്രൈന് ഒരുപാട് അവരുടെ പ്രദേശങ്ങൾ ഒക്കെ നഷ്ടമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെതിരെ യുക്രൈൻ ആദ്യം തന്നെ നിലപാടെടുത്തിരുന്നു. അതുപോലെ തന്നെ പല യൂറോപ്യൻ രാജ്യങ്ങളും ട്രംപിനോട് ഇത്തരത്തിൽ ചെയ്യരുത് എന്ന് ആവശ്യപ്പെട്ടതാണ് വിവരം. അപ്പോൾ അത് കാരണം പുറകോട്ട് പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ റഷ്യയുടെ നിലപാട്, റഷ്യ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ ഒരു കടുത്ത നിലപാട് സ്വീകരിക്കുന്നതാണ് ഇത്തരത്തിൽ ചർച്ച പരാജയപ്പെട്ടു പോകാനുള്ള മറ്റൊരു കാരണമായി പറയുന്നത്. ഇത്തരത്തിൽ പല ഒരു ഊഹാപോഹങ്ങളുണ്ട്, എന്നാൽ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. അഭിലാഷ്, യെസ്, എന്തായാലും കാരണം വ്യക്തമാക്കുന്നില്ല എങ്കിൽ പോലും ട്രംപ് ഇപ്പോൾ നിലവിൽ കൂടിക്കാഴ്ചയ്ക്ക് ഒരുക്കമല്ല, ചർച്ചകൾ നടക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ട്. മാത്രമല്ല റഷ്യയുമായുള്ള ഇന്ത്യയുടെ സഹകരണം ഏറെ ചൊടിപ്പിക്കുന്ന ഒന്നാണ്. റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇനി എണ്ണ വാങ്ങില്ല എന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട് എന്ന് ട്രംപ് ആവർത്തിച്ച് പറയുമ്പോൾ അത് ഇന്ത്യ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അതുകൊണ്ട് അത്രമേൽ സുഗമമായല്ല ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ പോലും വൈറ്റ് ഹൗസിൽ ദീപാവലി ആഘോഷങ്ങൾ നടന്നു എന്നുള്ളതാണ്. അവിടെ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ആ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിയത്. US ഫെഡിലെ ഇന്ത്യൻ വംശജനായ ഉദ്യോഗസ്ഥർക്ക് ഒപ്പം നിലവിളക്കിൽ ദീപം തെളിയിച്ചുകൊണ്ടായിരുന്നു ആഘോഷം. ട്രംപ് ഇന്ത്യയിലെയും അമേരിക്കയിലെയും ജനങ്ങൾക്ക് ദീപാവലി ആശംസകൾ നേരുകയും ചെയ്തു. അന്ധകാരത്തിനു മേലുള്ള വെളിച്ചത്തിൻ്റെ വിജയമാണ് ദീപാവലി എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് ദീപാവലി ആശംസ നേർന്നതായും ട്രംപ് പറയുകയുണ്ടായി. ഇരുവർക്കുമിടയിൽ വ്യാപാരം, ഇന്ത്യ-പാകിസ്ഥാൻ ബന്ധം ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ചയായി എന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. On behalf of all Americans, let me also extend our warmest wishes to the people of India. I just spoke to your Prime Minister today. We had a great conversation. We talk about trade, we talk about a lot of things, but mostly the world of trade. He's very interested in that. Although we did talk a little while ago about let's have no wars with Pakistan. And I think the fact that trade was involved, I was able to talk about that. And we have no war with Pakistan and India, and that was a very, very good thing. But he's a great person, and he's become a great friend of mine over the years. In a few moments, we'll light the diya as a symbol of faith in the victory of light over darkness. It's a beautiful term, light over darkness. That's what it's all about. It's knowledge over ignorance and good over evil.
തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തടക്കം ട്രംപ് ഇത്തരത്തിൽ ഇന്ത്യൻ ജനതയുടെ ആഘോഷങ്ങളെ ഉൾപ്പെടെ അഭിസംബോധന ചെയ്തിരുന്നതുമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന്റെ ദീപാവലി ആഘോഷങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. മഹത്തായ ജനാധിപത്യ രാഷ്ട്രങ്ങളായ ഇന്ത്യക്കും അമേരിക്കയ്ക്കും എല്ലാ കാലവും ഒന്നിച്ചു നിൽക്കാം എന്നും തീവ്രവാദത്തിനെതിരെ ഒരുമിക്കാമെന്നും അദ്ദേഹം എക്സ് വഴി പ്രതികരിക്കുകയും ചെയ്തു. ആ ഘട്ടത്തിലും തീവ്രവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൃത്യമായി ഉയർത്തിക്കാണിച്ചു ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നതും ശ്രദ്ധേയമാണ്. ഇനി നമ്മൾ കോഴിക്കോട്ടേക്ക് എത്തുമ്പോൾ അവിടെ താമരശ്ശേരി ഫ്രഷ് കട്ട് ഫാക്ടറി സംഘർഷത്തിൽ 300-ലധികം പേർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഫാക്ടറി കത്തിച്ചതിനും പോലീസുകാരെ ആക്രമിച്ചതിനും ആണ് കേസെടുത്തിട്ടുള്ളത്. പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് 4 പഞ്ചായത്തുകളിലെ 11 വാർഡുകളിൽ ഹർത്താലിന് ആഹ്വാനമുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, ഈ ഹർത്താല് അവിടുത്തെ ആളുകളെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ടോ? അഭിലാഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ ഈ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിച്ച ഇടം, അതായത് ഫ്രഷ് കട്ട് ഫാക്ടറിയിൽ നിന്നും ഏതാണ്ട് 100 മീറ്റർ മാറിയുള്ള സ്ഥലമാണ്. ഇവിടെയാണ് ജനക്കൂട്ടം വലിയ തോതിൽ തമ്പടിച്ച് അവരുടെ സമരം ആരംഭിച്ചത്. ഈ വഴിയിലൂടെയാണ് കടന്നു പോകുന്ന സ്ഥലം. ഈ കോഴി മാലിന്യങ്ങൾ വഹിച്ച വാഹനങ്ങൾ, അത്തരത്തിൽ വാഹനങ്ങൾ തടഞ്ഞു കടന്നു പോകുന്നതിന്റെ ഒരു കവാടത്തിൽ തന്നെയാണ് പ്രവർത്തകർ, സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നിരവധി ആളുകൾ ഇവിടെ തമ്പടിക്കുകയും ഇവിടെ പ്രതിഷേധ സമരം ചെയ്യുകയും ചെയ്തത്. രാവിലെ മുതൽ ആൾക്കാർ തമ്പടിച്ചതിന്റെ ലക്ഷണങ്ങൾ കൂടി നമുക്കിവിടെ കാണാം. ചെമ്പുകളുണ്ട്, ഈ ഭക്ഷണം പാചകം ചെയ്യാനുള്ള കറിക്കൂട്ടുകൾ, മറ്റ് അവശ്യ സാധനങ്ങളൊക്കെ ആയിട്ടാണ് അവർ ഇവിടെ പാചകം ചെയ്ത് കുട്ടികളും സ്ത്രീകളും ഒക്കെ അടക്കം മുദ്രാവാക്യം വിളികളുമായാണ് ഇവിടെ നിലയുറപ്പിച്ചത്. ഇതിനുശേഷമാണ് ഇവിടേക്കുള്ള കോഴി മാലിന്യങ്ങൾ പ്രതിഷേധം മറ്റൊരു തലത്തിലേക്ക് മാറുകയും ചെയ്ത് വാഹനങ്ങൾ തടഞ്ഞതിന് പിന്നാലെ ഈ വാഹനങ്ങൾക്ക് നേരെ കല്ലേറ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. തുടർന്നാണ് പോലീസ് പ്രവർത്തകർക്ക് നേരെ കണ്ണീർ വാതകം പ്രയോഗിച്ച് പിരിച്ചുവിടാനുള്ള നീക്കം നടത്തിയത്. തുടർന്ന് പോലീസിനെതിരെ പ്രവർത്തകർ തിരികുകയുമായിരുന്നു. ആ സമയത്തുണ്ടായ സംഘർഷത്തിൽ താമരശ്ശേരി CI അടക്കമുള്ള ആളുകൾക്ക്, താമരശ്ശേരി DYSP, ഒപ്പം കോഴിക്കോട് റൂറൽ SP അടക്കമുള്ള ആളുകൾക്ക് പരുക്കേൽക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഇതിനുശേഷമാണ്, അതായത് ഈ സ്ഥലത്ത് വെച്ച് ഈ പോലീസിനെ ഇവിടെ ഈ ഉള്ള ജോലികൾ ചെയ്യുന്ന സമയത്താണ് മറുവശത്ത് ഫ്രഷ് കട്ടിന്റെ പിൻവശത്തുള്ള കാട്ടിലൂടെ ഒരു സംഘം ആളുകൾ ഈ ഫാക്ടറിക്കുള്ളിൽ കടക്കുകയും അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾ തീവെച്ച് നശിപ്പിക്കുകയും ചെയ്ത്. വാഹനങ്ങൾ തീവെച്ച് നശിപ്പിച്ചപ്പോഴും അത് പുറത്ത് കടന്ന വാഹനങ്ങൾ മാത്രമല്ല, പ്ലാന്റിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന വാഹനങ്ങൾ കൂടി കത്തി നശിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തത്. എല്ലാ വണ്ടികളുടെയും പെട്രോൾ ടാങ്കുകളിലാണ് തീയിട്ടത്. അതുകൊണ്ട് വലിയ തീയാണ് ഈ പ്ലാന്റിനുള്ളിൽ മണിക്കൂറുകളോളം നിന്നത്. ഒപ്പം ഈ വഴിയിലൂടെ മാത്രമാണ് ഫാക്ടറിയിലേക്ക് കടക്കാൻ കഴിയുന്നത്. ഈ പ്രദേശത്ത് ഇന്നലെ വലിയ തോതിൽ തമ്പടിച്ചിരുന്ന ആളുകൾ ഫാക്ടറിക്കുള്ളിലേക്ക് ഈ ഫയർഫോഴ്സ് അടക്കമുള്ളവർക്ക് കടന്നു പോകാൻ കഴിയാത്ത വിധം പ്രതിരോധം തീർക്കുകയും ചെയ്തു. ഏതാണ്ട് 1 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് പോലീസുകാർക്ക് ഈ ഫയർഫോഴ്സ് വാഹനത്തെ പോലും ഫാക്ടറിക്കുള്ളിലേക്ക് കടത്തിവിടാൻ കഴിഞ്ഞത്. അപ്പോഴേക്കും പ്രധാന പ്ലാന്റ്, അതായത് കുക്കിംഗ് എന്ന ഒരു പ്രോസസ് നടക്കുന്ന ഇടമുണ്ട്. കോഴിമാലിന്യങ്ങൾ എത്തിയ ശേഷം അത് അരിഞ്ഞ് പാചകം ചെയ്ത ശേഷമാണ് അത് വലിയ ചൂടിൽ ആക്കുകയും പിന്നീട് പൊടിച്ച് കാലിത്തീറ്റയായി മാറ്റുകയും ചെയ്യുന്നു. അത്തരം ആ പ്രക്രിയ നടക്കുന്ന ആ പ്ലാന്റാണ് തീപിടുത്തത്തിൽ അല്ലെങ്കിൽ തീ വെച്ച് നശിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം ഈ പ്ലാന്റിനുള്ളിൽ ഉണ്ടായിരുന്ന വാഹനങ്ങൾ മാത്രമല്ല, പുറത്തുനിന്നുള്ള ജീവനക്കാരുടെ ബൈക്കുകൾ അടക്കം ഈ പ്ലാന്റിനകത്തിട്ടാണ് കത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ അക്രമങ്ങൾക്ക് പിന്നാലെ പരിക്കേറ്റ പോലീസുകാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സമരക്കാരും ആശുപത്രിയിലൊക്കെ പ്രവേശിച്ചെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അവരവിടെ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് ചെയ്തു. ഏതാണ്ട് 7 FIRകളിലായി 350-ലധികം പേരാണ് പ്രതിപട്ടികയിലുള്ളത്. DYFI ബ്ലോക്ക് സെക്രട്ടറി മെഹ്റൂഫ് അടക്കമുള്ള ആളുകൾ ഈ കേസുകളിൽ പ്രതിയാണ്. താനും വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകൾ ആണ് ഈ സമരസമിതിയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ പ്രവർത്തിക്കുന്നത്. അവർക്കൊക്കെ എതിരെ കേസുകളുമുണ്ട്. അത്തരത്തിൽ കേസുകൾ വന്ന സാഹചര്യത്തിലാണ് ഈ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടവർ പോലും പിന്നീട് ആശുപത്രികളിൽ നിന്നും പുറത്തേക്ക് പോവുകയും ചെയ്ത്. സമരസമിതിയുടെ പ്രധാന ഭാരവാഹികളൊക്കെ ഏതാണ്ട് ഒളിവിലാണ്. അവരെ ഒന്നും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ പോലും നടക്കാത്ത സാഹചര്യമാണ്. അതുകൊണ്ട്
അതുകൊണ്ട് ഹർത്താലിനൊരു ആഹ്വാനമുണ്ടായെങ്കിൽ പോലും അതൊരു ബലപ്രയോഗത്തിലൂടെയുള്ള അല്ലെങ്കിൽ കടകൾ അടപ്പിക്കാൻ ആഹ്വാനമോ അല്ലെങ്കിൽ അത്തരം സ്കൂളുകൾ അടപ്പിക്കാൻ അത്തരമൊരു ആഹ്വാനങ്ങൾ പരസ്യമായി നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ മേഖലകളിൽ ഏതാണ്ട് 11 വാർഡുകൾ സ്ഥിതി ചെയ്യുന്ന ഇടങ്ങളിലെ ആളുകൾ പൂർണ്ണമായും ഈ ഹർത്താലിനോട് സഹകരിക്കുന്നുണ്ട്. കാരണം 4-5 വർഷങ്ങളായി ഈ ഫ്രഷ് കട്ട് എന്ന സ്ഥാപനത്തിനെതിരെയുള്ള സമരങ്ങൾ നടന്നു വരുന്ന ഇടമാണ് ഇവിടം. ഈ ഫ്രഷ് കട്ടിൽ ഈ കോഴിമാലിന്യങ്ങൾ സംസ്കരിക്കുന്ന പ്രക്രിയ നടക്കുമ്പോൾ രൂക്ഷമായ ഗന്ധം അന്തരീക്ഷത്തിലേക്ക് വരാറുണ്ട്. അത് ഇവിടുത്തെ ആളുകളെ നിത്യരോഗികളാക്കുന്നുവെന്ന ആരോപണമാണ് അവർ മുന്നോട്ട് വെച്ചത്. ഒപ്പം കുട്ടികളടക്കമുള്ളവർക്ക് ഈ രൂക്ഷ ഗന്ധം ശ്വസിച്ച് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം, സ്കൂളുകളിൽ അധ്യയനം പോലും നടക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നൊക്കെയാണ് ഇവർ ആരോപിച്ചിരുന്നത്. നിരവധി നിയമ പോരാട്ടങ്ങൾ ഈ സമരസമിതി നടത്തിയിരുന്നു. പഞ്ചായത്ത് ഇവരുടെ പ്രവർത്തനത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയപ്പോൾ ഹൈക്കോടതി ഇടപെട്ടാണ് ഇവർക്ക് പ്രവർത്തനം പുനരാരംഭിക്കാനുള്ള അനുമതി നൽകിയത്. ഒപ്പം ഈ മാലിന്യ വാഹനങ്ങൾ, ഈ കോഴി മാലിന്യങ്ങൾ നിറഞ്ഞ വാഹനങ്ങൾ വരുന്നത് തടഞ്ഞപ്പോൾ അത് പോലീസ് സുരക്ഷയോടുകൂടി കടത്തിവിടുന്നതിനുള്ള ഉത്തരവ് കോടതിയിൽ നിന്നും നൽകുകയും ചെയ്തു. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഉപരോധ സമരങ്ങളും പ്രതിഷേധവുമായൊക്കെ നാട്ടുകാർ രംഗത്തെത്തുമ്പോഴും അതിന് കൃത്യമായ ഒരു സുരക്ഷ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരുക്കി നൽകിയത്. ഇന്നലെ ആണെങ്കിൽ പോലും ഈ ഒരു കണക്ക് കൂട്ടിയുള്ള സമരമായിരുന്നു എന്നാണ് ഫാക്ടറി ഉടമകളും പോലീസും പറയുന്നത്. കാരണം നേരത്തെ ബിരിയാണി ചലഞ്ച് അടക്കം നടത്തി ഈ നിയമ സഹായത്തിനുള്ള പണപ്പിരിവ് അവർ നടത്തിയിരുന്നു. അതായത് ഇന്ന് ഈ ഫാക്ടറി കത്തിക്കാൻ നിശ്ചയിച്ചുറച്ചു തന്നെയാണ് ഈ നാട്ടുകാർ എത്തിയത്. അതുകൊണ്ട് ഈ ഫാക്ടറി കത്തിച്ചാൽ പിന്നീട് വലിയ നിയമ കുരുക്കിലേക്ക് സമരസമിതി ഭാരവാഹികൾ നീങ്ങുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അതടക്കം നേരിടാൻ പര്യാപ്തമായ പണം ശേഖരണം അടക്കം നടത്തിയ ശേഷമാണ് ഇത്തരമൊരു കൃത്യത്തിലേക്ക് കടന്നത്. എന്തായാലും ഈ ഫാക്ടറി കത്തിച്ചത് മാത്രമല്ല, പോലീസുകാരെ പരിക്കേൽപ്പിച്ചതടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ സമരസമിതി നേതാക്കൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഏതാണ്ട് 350-ലധികം പ്രതികൾ 7 എഫ്ഐആറുകളിൽ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ആരെയും ഇതുവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നാണ് താമരശ്ശേരി പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. സമരസമിതി നേതാക്കൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഒളിവിലാണ്. സംഘർഷത്തിൽ ഏർപ്പെട്ടവരുടെ ദൃശ്യങ്ങളും മറ്റും പരിശോധിച്ച് കൂടുതൽ നടപടികൾക്കുള്ള ഒരുക്കത്തിലുമാണ് പോലീസ്. അഭിലാഷ്, യെസ്, ഇതാണ് അവിടെ നിന്നുള്ള സാഹചര്യം എന്നതാണ്. തീർച്ചയായും കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ കവചമാക്കിക്കൊണ്ടാണ് ഈ പ്രതിഷേധം നടന്നത് എന്നതാണ് പോലീസിന്റെ റിപ്പോർട്ട്. മാലിന്യ സംസ്കരണവും നിർമ്മാർജ്ജനവും ഒക്കെ നമുക്ക് ആവശ്യമുള്ള ഒന്ന് തന്നെയാണ്. അതിനുവേണ്ടി ആളുകൾ സ്ഥലം വിട്ടു നൽകുകയും ഒരു ഭൂപ്രദേശത്ത് അത്തരം പ്ലാന്റുകൾ സ്ഥാപിക്കുകയും ചെയ്യുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. ഒടുവിൽ ഈ സ്ഥലം വിട്ടു നൽകിയവരൊക്കെ വിഡ്ഢികളാക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത്. പലപ്പോഴും അസഹനീയമായ രൂക്ഷമായ ഗന്ധമൊക്കെ പ്രദേശത്തുണ്ടാവുക എന്നത് പതിവായി മാറുന്നു. അങ്ങനെയാണ് ആ പ്രദേശത്തെ ജനങ്ങൾ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. തുടക്കത്തിലൊക്കെ നല്ല രീതിയിലായിരിക്കും ഈ പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നത്. പിന്നീട് എല്ലാം ഒരു അയഞ്ഞ സിസ്റ്റത്തിലേക്ക് പോവുകയും ജനങ്ങൾ സഹിക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം ആണ് ഉണ്ടാകാറുള്ളത്. വലിയ പ്രതിഷേധം ആണ് ഇവിടെ നിലനിൽക്കുന്നത്. പ്രദേശത്ത് കനത്ത ജാഗ്രത തുടരുകയുമാണ്. PM ശ്രീയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കിടെ CPI നേതൃയോഗങ്ങൾ ഇന്നു മുതൽ. രാഷ്ട്രീയ എതിർപ്പ് അവഗണിച്ച പദ്ധതി സ്വീകരിക്കാനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ യോഗത്തിൽ വിമർശനം ഉയർന്നേക്കും. പദ്ധതിയിൽ ഒപ്പിടുന്ന വിഷയം ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നാൽ എതിർപ്പ് അറിയിക്കാനാണ് CPI മന്ത്രിമാരുടെ തീരുമാനം. VV അരുൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, CPI വിഷയത്തിൽ കർശനമായ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. PM ശ്രീയുടെ ഭാഗമാകേണ്ട എന്ന് തന്നെയാണ് CPIയുടെ നിലപാട്. പക്ഷേ നേരത്തെ നമുക്കറിയാം, വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. TP രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ കൃത്യമായി മന്ത്രിയെ പിന്തുണയ്ക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. മുന്നണിയിലെ ഏറ്റവും വലിയ കക്ഷി, തീരുമാനങ്ങൾ എടുക്കുന്ന കക്ഷി എന്നത് CPIM തന്നെയാണ്. അതുകൊണ്ട് ഈ എതിർപ്പുകൾ ഇങ്ങനെ നിലനിൽക്കുന്നു എന്നതുകൊണ്ട് തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ സർക്കാർ പിന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് CPIയുടെ, ഏത് തരത്തിലായിരിക്കും CPIയുടെ പ്രതിഷേധം? അഭിലാഷ്, സമീപകാലത്തൊന്നും ഇടതുമുന്നണിയിൽ ഉണ്ടാകാത്ത പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പദ്ധതിയുമായി മുന്നോട്ട് പോയേ മതിയാകൂ എന്ന് CPM-ഉം അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും വകുപ്പും നിലപാടെടുക്കുന്നു. എന്നാൽ ഒരു കാരണവശാലും അതിന് അനുവദിക്കില്ല എന്ന നിലപാടിലാണ് CPI ഉള്ളത്. മന്ത്രിസഭാ PMCയിൽ ഒപ്പുവെക്കണമെങ്കിൽ മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി വേണം. മന്ത്രിസഭാ യോഗത്തിൽ ഇത് നേരത്തെ പരിഗണനയ്ക്ക് വന്നപ്പോൾ CPI എതിർപ്പറിയിക്കുകയും മുഖ്യമന്ത്രി പിന്നീട് ചർച്ചകൾക്ക് ശേഷമാകാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയുമായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടി അനുമതിയോടുകൂടി വിദ്യാഭ്യാസ മന്ത്രി പദ്ധതിയിൽ ഒപ്പുവെക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. പക്ഷേ ഇന്ന് ഈ മന്ത്രിസഭാ അജണ്ടയിൽ അതില്ലായിരുന്നു. ഔട്ട് ഓഫ് അജണ്ടയെ വരുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. 10:30-ക്കാണ് മന്ത്രിസഭാ യോഗം. മന്ത്രിസഭാ യോഗത്തിൽ വന്നാൽ CPI മന്ത്രിമാർ എതിർപ്പ് അറിയിക്കും. അതുതന്നെയാണ് അവരുടെ തീരുമാനം.
അല്ലെങ്കിൽ ഇത് മുന്നണിയുടെ ഒരു നയപരമായ തീരുമാനമാണ്, മുന്നണി തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടിലേക്കും സി പി ഐ എത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ CPM ഉപയോഗിച്ച് ചർച്ചകളൊക്കെ നടത്തി പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഇടതുമുന്നണി കൺവീനർ തിരുവനന്തപുരത്തുണ്ട്. വൈകാതെ ഇടതുമുന്നണി യോഗം ചേരാനുള്ള ആലോചനകളുമുണ്ട്. പക്ഷേ ഇത് രണ്ട് പക്ഷവും ഒരേ നിലപാടിൽ വാശിയിൽ ഉറച്ചു നിന്നാൽ മുന്നണിക്കകത്ത് വലിയ പ്രതിസന്ധിയായി മാറുമെന്ന് ഉറപ്പാണ്. ഒരു കാരണവശാലും അതിൽ നായില്ല. ഇന്നലെ MV ഗോവിന്ദൻ നടത്തിയൊരു പ്രതികരണവും CPI ചൊടിപ്പിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾ PMCയുടെ CPIയുടെ എതിർത്ത് ചോദിക്കുമ്പോൾ എന്ത് CPI എന്നൊരു പ്രതികരണമാണ് MV ഗോവിന്ദൻ നടത്തിയത്. അത് CPIക്ക് കടുത്ത അതൃപ്തിയും അമർഷവുമുണ്ട് അതിൽ. ആ സാഹചര്യങ്ങളിലൊക്കെ ഇത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. പദ്ധതി ഒപ്പുവയ്ക്കാൻ തന്നെയാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ തീരുമാനം. പക്ഷേ അതത്ര CPIയുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് അത്തരം ഒരു നടപടിയിലേക്ക് CPM പോയാൽ അത് മുന്നണിക്കുള്ളിൽ വലിയ കലഹങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക് കാരണമാകും. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം അടുത്ത ആഴ്ച വരാനിരിക്കുന്നു. ആ സാഹചര്യത്തിൽ കൂടി അത്തരമൊരു തർക്കത്തിലേക്ക് മുന്നണി പോകുന്നത് ഗുണം ചെയ്യില്ല എന്ന അഭിപ്രായമുള്ളവരുമുണ്ട്. സമവായ ചർച്ചകൾ നടക്കുമ്പോഴും എങ്ങനെയാണ് സമവായം എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇപ്പോഴും ഉണ്ടായിട്ടില്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് കൂടി എടുക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം മുന്നണിക്കകത്ത് ഒരു അസ്വാരസ്യത്തിന് സാധ്യത. അത് പൂർണ്ണമായും ഇപ്പോൾ വിലയിരുത്താനാകില്ല. ഈ വിഷയം അജണ്ടയിലേക്ക് വരുന്നുണ്ടോ, സർക്കാർ മുന്നോട്ട് പോകുമോ എന്നതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. അതേസമയം ദേശീയ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ബീഹാറിലേക്ക് വരുമ്പോൾ അവിടെ ഇന്ത്യ മുന്നണിക്കകത്ത് ചില അസ്വാരസ്യങ്ങളുണ്ട്. അത് സീറ്റ്, മത്സരം എന്നിവയെ ചൊല്ലിയാണ്. ഇടവേളയ്ക്ക് ശേഷം ആ വാർത്തയിലേക്ക് വരാം. സീറ്റ് നിർണയത്തോടെ RJDയുമായി ഉടലെടുത്ത തർക്കങ്ങൾ പരിഹരിക്കാൻ കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ട് പട്നയിലേക്ക്. ഇന്ത്യ സഖ്യ പാർട്ടികൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിൽ തർക്കങ്ങൾ പരിഹരിച്ച പ്രചാരണം ഏകോപിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. ഇതിനിടെ തേജസ്വി യാദവ് KC വേണുഗോപാലുമായി ചർച്ച നടത്തുകയും ചെയ്തു. രാഗേഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഗേഷ്, പരസ്പരം മത്സരിക്കുന്നു എന്നത് സ്വാഭാവികമായും ഇന്ത്യ മുന്നണിക്കകത്ത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. അതുമാത്രവുമല്ല, രാഷ്ട്രീയ എതിരാളികൾക്ക് അതൊരു ആയുധവുമാണല്ലോ. ഇത് ഏത് നിലയിൽ പ്രതിസന്ധി പരിഹരിക്കപ്പെടും എന്നാണ് നമുക്ക് വിലയിരുത്തേണ്ടത്? അഭിലാഷ്, എത്രയും വേഗം ഈ പ്രതിസന്ധി പരിഹരിക്കുക എന്നത് തന്നെയാണ് ഹൈക്കമാൻഡിൻ്റെ ഇപ്പോഴുള്ള ആലോചന. കാരണം നേരത്തെ കണ്ട വോട്ടവകാശ യാത്രകളൊന്നും കണ്ട ഒരു ഐക്യം സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് പത്രികാ സമർപ്പണം അവസാനിച്ചപ്പോൾ ഏതാണ്ട് 10 സീറ്റുകളിൽ ഇന്ത്യ സഖ്യം നേർക്കുനേർ വരുന്ന സാഹചര്യമുണ്ടായി. ഇതിൽ തന്നെ ബീഹാർ ഷെരീഫിലും ബച്ച്വാരയിലും രാജാപക്കറിലും അവിടെ കോൺഗ്രസും CPIയും നേർക്കുനേർ വരുന്നുണ്ട്. നേരത്തെ CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച മണ്ഡലത്തിൽ കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തി. അവിടെ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിക്കുകയും ചെയ്തു. എന്നാൽ പോലും നാളെ രണ്ടാം ഘട്ട പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെയാണ് അവസാനിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പരമാവധി സീറ്റുകളിൽ RJDയും കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഒഴിവാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ KC വേണുഗോപാൽ തേജസ്വി യാദവുമായി ചർച്ച നടത്തിയത്. ഇതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് നിരീക്ഷകനായ അശോക് ഗെഹ്ലോട്ടിനെ ഇപ്പോൾ പട്നയിലേക്ക് അയച്ചിരിക്കുന്നത്. പട്നയിൽ സ്വാഭാവികമായും നേതാക്കളുമായി ഗെഹ്ലോട്ട് കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം പറ്റുമെങ്കിൽ ഈ പത്രികകൾ പിൻവലിക്കാനുള്ള ആലോചനകളാണ് കോൺഗ്രസ് നടത്തുന്നത്. കാരണം കോൺഗ്രസും RJDയും തമ്മിൽ ഇപ്പോൾ നിലവിൽ 4 മണ്ഡലങ്ങളിൽ ഏറ്റുമുട്ടുന്നുണ്ട്. നേരത്തെ അത് 5 ആയിരുന്നു. ഇതിൽ ലാൽഗഞ്ചിൽ പത്രിക പിൻവലിക്കാൻ കോൺഗ്രസ് തയ്യാറായി. പക്ഷേ 4 മണ്ഡലങ്ങളിൽ RJDയും കോൺഗ്രസും നേർക്കുനേർ വരുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പാർട്ടികൾ. അത് പ്രചാരണ രംഗത്തടക്കം ദോഷം ചെയ്യുമെന്നൊരു അഭിപ്രായം നേതാക്കൾക്കുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഏതായാലും അശോക് ഗെഹ്ലോട്ട് പാട്നയിലേക്ക് തിരിക്കുന്നതും ഒപ്പം ചർച്ചകൾ നടത്താൻ ഉദ്ദേശിക്കുന്നു. മാത്രവുമല്ല, ഇതുവരെയുള്ള രീതി മാറ്റിക്കൊണ്ട് 2 പാർട്ടികളും തമ്മിലുള്ള ഏകോപനം ഇനിയുള്ള ദിവസങ്ങളിൽ പ്രചാരണ രംഗത്ത് വേണം. എങ്കിൽ മാത്രമേ നേരത്തെ പ്രചാരണം ആരംഭിച്ച BJPയെയും JDUവിനൊപ്പം എത്താൻ മഹാസഖ്യത്തിന് സാധിക്കുകയുള്ളൂ. മാത്രവുമല്ല, ഇനിയുള്ള ദിവസങ്ങളിൽ പ്രചാര രീതികൾ ഏത് തരത്തിലാകണം, ഒപ്പം പ്രകടന പത്രിക അടക്കമുള്ള കാര്യങ്ങൾ പുറത്തിറക്കേണ്ടതുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗെഹ്ലോട്ടിന്റെ സന്ദർശനം. അഭിലാഷ്, വിശദാംശങ്ങളാണ് രാഗേഷ് നൽകിയത്. വീണ്ടും ഒരു അന്താരാഷ്ട്ര വാർത്തയിലേക്ക് പോകുമ്പോൾ ഹമാസിനെതിരെയുള്ള ഭീഷണി ആവർത്തിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമാധാന കരാർ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഹമാസിനെ ആക്രമിക്കും എന്നാണ് മുന്നറിയിപ്പ്. ട്രൂത്ത് സോഷ്യൽ വഴി ആയിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇതിനിടെ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലും സമാധാന പദ്ധതിയും സുഗമമായി മുന്നോട്ടു പോകുമെന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസൺ വ്യക്തമാക്കുകയും ചെയ്തു. President Trump's historic peace plan in the Middle East, and things are going, frankly, better than I expected that they were. This is a very, very tough situation. You have two peoples, two enemies who have fought a very tough conflict against each other. You have a terrorist organization on one hand that murdered a lot of innocent people. You've got an Israeli army that was defending itself on the other, that has learned a lot over the past couple of years. And then, of course, you have an innocent civilian population in Gaza that's caught in the middle. It is a focus of everybody here to get those bodies back home to their families so that they can have a proper burial. Now, that said,
This is difficult. This is not going to happen overnight. Some of these hostages are buried under thousands of pounds of rubble. Some of the hostages, nobody even knows where they are. That doesn't mean we shouldn't work to get them, and that doesn't mean we don't have confidence that we will. It's just a reason to counsel in favor of a little bit of patience. അജയ് സുധാ ബിജുണ്ട്. അജയ്, രണ്ട് രാജ്യങ്ങൾ, എനിമി രാജ്യങ്ങൾ, ശത്രു രാജ്യങ്ങൾ എന്ന് വളരെ കൃത്യമായി വാൻസ് പറയുന്നുണ്ട്. ഇതൊരു സുപ്രഭാതത്തിൽ നടക്കാവുന്ന ഒന്നല്ല. വലിയ പ്രയത്നം ഇതിന് പിന്നിൽ വേണം എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ കരാറുമായി മുന്നോട്ട് പോകുമ്പോഴും അത് അത്രമേൽ സുഗമമായി മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് കരുതാനുമാകുന്നില്ലല്ലോ. അതിനിടയിലാണല്ലോ കൃത്യമായ മുന്നറിയിപ്പ് ട്രംപ് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഹമാസിനോട്. അഭിലാഷ്, നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ട്രംപിൻ്റെ ഭീഷണി അത് ആദ്യമായിട്ടല്ല. ഇതിനു മുൻപേ പലതവണ ഹമാസിന് കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു ഭീഷണി എന്ന് തന്നെ പറയാം ട്രംപ് പലതവണ ആവർത്തിച്ച് നൽകിയിട്ടുണ്ട്. ഇതിനു മുൻപ് അദ്ദേഹം പറഞ്ഞത് ഹമാസ് അവിടെ ആക്രമണം തുടരുകയാണെങ്കിൽ ആദ്യം അദ്ദേഹം ഒരു നിലപാടെടുത്തത് അവിടെയുള്ള പ്രാദേശിക കക്ഷികളുമായിട്ടുള്ള ഹമാസിൻ്റെ ഏറ്റുമുട്ടൽ അത് തന്നെ ബാധിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ഈ നിലപാട് തിരുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ ഗാസയിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം അത് ഹമാസ് തുടരുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി നേരിടേണ്ടി വരും, അവരെ തങ്ങൾ ബലം പ്രയോഗിച്ച് നിരായുധീകരിക്കും, ഇത് വയലൻസിലേക്ക് ഉൾപ്പെടെ വഴിവെക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ US സേന നേരിട്ടെത്തിയാകില്ല ഇത് ചെയ്യുന്നതെന്നും ട്രംപ് അന്ന് വ്യക്തമാക്കിയതാണ്. ഇന്നാണ് കൂടുതലൊരു കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ട്രംപ് തൻ്റെ ഭീഷണി പൂർണ്ണമാക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അവർ വേണമെങ്കിൽ ഹമാസിനെ തിരിച്ചടിക്കും എന്ന് തനിക്ക് ഉറപ്പ് നൽകിയതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. മിഡിൽ ഈസ്റ്റിലുള്ള ഭൂരിഭാഗം രാജ്യങ്ങളും തങ്ങളുമായിട്ട് വളരെയധികം സൗഹൃദത്തോടെ മുന്നോട്ട് പോവുകയാണ്. അവർ അമേരിക്കയുമായി ഒരു പുതിയ ബന്ധത്തിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. അതുമാത്രമല്ല മിഡിൽ ഈസ്റ്റ് മുൻപെങ്ങുമില്ലാത്ത തരത്തിലുള്ള ഏതാണ്ട് ഒരു 1000 വർഷത്തിലിപ്പുറം ഉള്ള ഏറ്റവും വലിയ സമാധാനത്തിലാണ് മിഡിൽ ഈസ്റ്റ് പോകുന്നതെന്നും ട്രംപ് പറയുകയുണ്ടായി. ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഇസ്രായേലും തന്നോട് ചോദിച്ചിരുന്നു ഈ ഹമാസിനെ നിയന്ത്രിക്കാൻ തങ്ങളുടെ സഹായം ആവശ്യമാണോ എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ താനാണ് അവരോട് ഇപ്പോൾ അത് ആവശ്യമില്ല, അവരെന്ത് നിലപാട് സ്വീകരിക്കും എന്നറിഞ്ഞതിന് ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കാം എന്ന് പറഞ്ഞതെന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു വേണമെങ്കിൽ അവരെ കൊണ്ട് താൻ തിരിച്ചടിപ്പിക്കും എന്നുള്ള രീതിയിലാണ് ട്രംപ് തൻ്റെ ഭീഷണി തുടരുന്നത്. അതേസമയം തന്നെ JD വാൻസ് അദ്ദേഹം ഇപ്പോൾ നിലവിൽ ഇസ്രായേൽ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേലി നേതാക്കളെല്ലാം കണ്ടതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം ഈ സമാധാന കരാറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത്. കുറച്ചുകൂടി പ്രതീക്ഷയുള്ള ഒരു വാക്കുകളാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. അദ്ദേഹം പറഞ്ഞത് സമാധാന കരാറിൽ യാതൊരു മാറ്റവുമില്ല, അതിപ്പോഴും സജീവമായി തന്നെ പുരോഗമിക്കുന്നു. ഇസ്രായേലും ഹമാസും ഈ സമാധാന കരാറിൽ പൂർണ്ണമായിട്ടും മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ബന്ദി കൈമാറ്റം എല്ലാം നടക്കുന്നത് അത് അത്ര സുഗമമാവില്ല. ഒരുപാട് ഈ മരിച്ചുപോയ ബന്ദികളുടെ മൃതദേഹങ്ങളെല്ലാം വീണ്ടെടുക്കുന്നതിൽ കാലതാമസം നേരിട്ടേക്കാം എന്നുൾപ്പെടെ JD വാൻസ് പറയുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ ആവർത്തിച്ച് ഹമാസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറുന്നതിൽ അവർ മനഃപൂർവ്വം ഒരു വീഴ്ച വരുത്തുന്നു, അവർ അത് മനഃപൂർവ്വം വൈകിക്കുന്നു എന്ന് ഇസ്രായേൽ പറയുന്നു. അതുപോലെ തന്നെ ഈ സമാധാന കരാർ അതിലൂന്നി തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് JD വാൻസ് പറയുമ്പോഴും ഇസ്രായേലിനും ഹമാസിനും ഇടയിൽ ഈ സമാധാന കരാർ നിലവിൽ വന്ന് 8-10 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു സംഘർഷം ഉടലെടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഗാസയിൽ വീണ്ടും ഒരു വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇതിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് റഫ അതിർത്തിയിൽ കാവൽ നിന്നിരുന്ന 2 ഇസ്രായേലി സൈനികരെ വധിക്കുന്ന ഒരു നിലപാട് അത് ഹമാസ് സ്വീകരിച്ചിരുന്നു. ഹമാസ് ഇക്കാര്യം ഈ ഒരു ഇസ്രായേലിന്റെ വാദം അത് നിഷേധിച്ചതാണ്. എന്നാലും ഇത്തരത്തിൽ ഇരു രാജ്യങ്ങളും പരസ്പരം കൊമ്പ് കോർക്കുന്ന പല ഒരു അവസ്ഥകളും ഇതിനിടയിൽ ഉണ്ടാകുന്നുണ്ട്. ഇതിനിടയിൽ ഈ ബന്ദി കൈമാറ്റവും വൈകുകയാണ്. അതിനിടയിൽ ഇസ്രായേലി സംഘർഷങ്ങൾ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ നിലവിൽ ഈ അതിർത്തി അടച്ചിരിക്കുകയാണ്. അഭിലാഷ്, യെസ്, എന്തായാലും ഹമാസിന് വീണ്ടും അന്ത്യശാസനം എന്ന നിലയിൽ തന്നെയാണ് ട്രംപ് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. സമാധാന ഉടമ്പടിയിൽ നിന്ന് പിന്നോട്ട് പോയാൽ ആക്രമിക്കുക തന്നെ ചെയ്യും എന്ന ഹമാസിനോട് ആവർത്തിക്കുകയാണ്. അതേസമയം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സമാധാന ചർച്ചകൾ സുഖകരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് JD വാൻസും പറയുന്നു. സമാധാന ശ്രമങ്ങൾ തുടരുന്നു.
ആരോഗ്യ കേരളം പലപ്പോഴും ലോകത്തിന് തന്നെ മാതൃകയാണ് എങ്കിലും ആരോഗ്യരംഗത്തെ ചില പുഴുക്കുത്തുകൾ നമ്മൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അതിലേറ്റവും ഒടുവിലത്തേതാണ് ഈ സ്റ്റെന്റ് വിതരണ കമ്പനികൾ നേരിടുന്ന പ്രതിസന്ധി. മുഴുവൻ സ്റ്റോക്കുകളും തിരിച്ചെടുക്കും എന്നുള്ളതാണ് സ്റ്റെന്റ് കമ്പനികൾ നേരത്തെ അറിയിച്ചിരുന്നത്. ഇപ്പോഴിതാ ആ നടപടിയിലേക്ക് അവർ കടന്നു കഴിഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഹൃദ്രോഗ ചികിത്സ ഉൾപ്പെടെ പ്രതിസന്ധിയിലായിട്ടുണ്ട്. ഭീമമായ തുക കുടിശ്ശിക വന്നതോടെ കോട്ടയം ഉൾപ്പെടെയുള്ള 4 ആശുപത്രികളിലെ സ്റ്റെന്റുകൾ വിതരണ കമ്പനികൾ തിരിച്ചെടുത്തിരിക്കുകയാണ്. തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെയും എറണാകുളം ജനറൽ ആശുപത്രിയിലെയും ഉപകരണങ്ങളാണ് തിരിച്ചെടുക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നത്. 18 മാസത്തെ കുടിശ്ശികയിൽ 2 മാസത്തെ കുടിശ്ശിക മാത്രമാണ് സർക്കാർ നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് യുവതിയെ ഹോസ്റ്റലിൽ കയറി പീഡിപ്പിച്ച കേസിലെ പ്രതി ബെഞ്ചമിനെ കൂടുതൽ തെളിവെടുപ്പുകൾക്കായി കഴക്കൂട്ടം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. തെളിവെടുപ്പിന്റെ ഭാഗമായി സംഭവം നടന്ന ഹോസ്റ്റൽ മുറിയിലും സമീപത്തും മോഷണം നടത്തിയ വീടുകളിലും ഇയാളെ എത്തിക്കും. ബെഞ്ചമിൻ കഴക്കൂട്ടത്ത് ഇതിനു മുമ്പും മോഷണ ശ്രമം നടത്തിയതായി പോലീസിന് വിവരം ലഭിച്ചു. ഇയാൾക്കെതിരെ തമിഴ്നാട്ടിലടക്കമുള്ള കേസുകൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് കൂടുതൽ അന്വേഷണം. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സ് കാണാം. നമസ്കാരം.